ലോക ഫുട്ബോളിൽ ഇന്ന് ഏറ്റവും കൂടുതലും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പേരുണ്ട്, മൊറോക്കോ. ഈ വർഷത്തെ ഫിഫ വേൾഡ് കപ്പിൽ കഴിഞ്ഞ ദിവസം വമ്പന്മാരായ നെതർലൻഡ്സിനെ വരെ അട്ടിമറിച്ച് അവർ കൈവരിച്ച വൻ വിജയം ലോകം മുഴുവനും വലിയ ആവേശത്തോടു കൂടിയാണ് ഏറ്റെടുത്തത്. എന്നാൽ മൊറോക്കോയുടെ വിജയം കേവലം ഗോൾ സ്കോറുകളിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. മൈതാനത്ത് കളി കഴിഞ്ഞതിന് ശേഷം അവർ നടത്തുന്ന വിജയാഘോഷങ്ങൾ ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് വരുന്ന ആളുകളുടെ ഹൃദയങ്ങളെയാണ് സ്പർശിക്കുന്നത്. സാധാരണയായി ഫുട്ബോൾ ലോകത്ത് നമ്മൾ കാണാറുള്ളത്, ഒരു വലിയ വിജയം നേടിക്കഴിഞ്ഞാൽ കളിക്കാർ തങ്ങളുടെ ഭാര്യമാരുടെയോ അല്ലെങ്കിൽ അവരുടെ കാമുകിമാരുടെയോ ഒക്കെ അടുത്തേക്ക് ഓടുകയും അവരെ കെട്ടിപ്പിടിച്ച് അത് ക്യാമറയ്ക്ക് മുമ്പിലൊക്കെ പ്രദർശിപ്പിക്കുകയും ആഘോഷിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് പതിവായിട്ടുള്ള രീതി. എന്നാൽ ഇവിടെ മൊറോക്കൻ താരങ്ങൾ അവർ വിജയത്തിന് ശേഷം ആദ്യം ഓടിച്ചെല്ലുന്നത് തങ്ങളെ പോറ്റി വളർത്തിയ തങ്ങളുടെ പ്രിയപ്പെട്ട ആ മാതാവിനരികിലേക്കാണ്. ഇത്തരത്തിലുള്ള ഈ മനോഹരമായ കാഴ്ചകൾ ഒരു വശത്ത് ലോകത്തിന് വലിയ മാതൃകയായി മാറുമ്പോൾ, മറുവശത്ത് നമ്മുടെ കേരളത്തിലെ ചില മാധ്യമങ്ങൾക്കും സോഷ്യൽ മീഡിയയിലെ ചില പ്രത്യേക വിഭാഗങ്ങൾക്കുമൊക്കെ ഇതൊട്ടും ദഹിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ ചിത്രം നിങ്ങൾ കണ്ടോ? ഇതാണ് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വലിയ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ചിത്രം. കഴിഞ്ഞ മത്സരത്തിൽ മൊറോക്കോയ്ക്ക് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ച ഇസ്മായിൽ സൈബരി അദ്ദേഹം വിജയത്തിന് ശേഷം നേരെ ഓടിയെത്തിയത് ഗാലറിയിലുണ്ടായിരുന്ന തൻ്റെ ഉമ്മയുടെ അരികിലേക്കാണ്. ആ ഉമ്മയുടെ കണ്ണുകളിൽ സന്തോഷ കണ്ണീർ ഇങ്ങനെ പൊടിയുമ്പോൾ അവരെ നെഞ്ചോട് ചേർത്തു പിടിച്ച് ചുംബിക്കുന്ന ആ സൈബരിയുടെ ഈ ദൃശ്യം ഫുട്ബോൾ ലോകത്തെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിലൊന്നായിരുന്നു. ഇത് സൈബരിയിൽ മാത്രമല്ല കാണാൻ കഴിയുന്നത്. മൊറോക്കൻ ടീമിലെ ഭൂരിഭാഗം കളിക്കാരും അവർ വിജയത്തിന് ശേഷം തങ്ങളുടെ മാതാപിതാക്കളുടെ അരികിലേക്ക് ഇങ്ങനെ ഓടിയെത്തുകയും അവരെ ചേർത്ത് പിടിച്ച് ചുംബിക്കാറുമൊക്കെയുണ്ട്. അവരുടെ മത്സരം നടക്കുന്ന സമയത്ത് പല താരങ്ങളുടെയും മാതാപിതാക്കൾ തങ്ങളുടെ മക്കളുടെ ആ മത്സരം കാണാൻ വേണ്ടി ഗാലറിയിൽ ഉണ്ടാകാറുമുണ്ട്. 4 വർഷങ്ങൾക്ക് മുമ്പ് 2022 ഖത്തറിൽ നടന്ന ലോകകപ്പ് വേദിയിലും ഇത്തരത്തിൽ മൊറോക്കോ വിജയിച്ച സമയത്ത് ആ ടീമിലെ ഏറ്റവും പ്രശസ്തനും മികച്ച കളിക്കാരനും കൂടിയായ അഷ്റഫ് ഹക്കീമി അദ്ദേഹം തൻ്റെ മാതാവിനരികിലേക്ക് ഓടിച്ചെല്ലുകയും അവരെ ചുംബിക്കുകയും ഒക്കെ ചെയ്ത ചിത്രങ്ങൾ അന്ന് അന്താരാഷ്ട്ര തലത്തിലൊക്കെ വലിയ വൈറലായിരുന്നു. പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ അമിതമായ ആഘോഷങ്ങൾക്കിടയിൽ കുടുംബ ബന്ധങ്ങൾക്കും മാതാപിതാക്കൾക്കും ഇസ്ലാം നൽകുന്ന വലിയ സ്ഥാനമാണ് ഈ കളിക്കാർ ലോകത്തിന് മുന്നിൽ കാണിച്ചു തരുന്നത്. മാതാവിൻ്റെ കാൽക്കീഴിലാണ് സ്വർഗമെന്ന ആ പ്രവാചക വചനത്തെ അനർത്ഥമാക്കുന്ന രീതിയിലാണ് യുവതാരങ്ങൾ ആഗോളവേദിയിൽ തങ്ങളുടെ പ്രിയപ്പെട്ട മാതാവിനെ ബഹുമാനിക്കുന്നത്. കോടികൾ വിലമതിക്കുന്ന പ്രശസ്തിയുടെ ആ കൊടുമുടിയിൽ നിൽക്കുമ്പോഴും തങ്ങളെ ഇന്നത്തെ നിലയിലാക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട ആ മാതാപിതാക്കളെ മറക്കാതിരിക്കാൻ ആ താരങ്ങൾ കാണിക്കുന്ന വലിയ മനസ്സ് നമ്മൾ കാണാതെ പോകരുത്. ഇനി മത്സരത്തിനിടയിൽ നടന്ന മറ്റൊരു ചിത്രം കൂടി നിങ്ങളെ ഞാനൊന്ന് കാണിക്കാം. പെനാൽറ്റി ഷൂട്ടൗട്ടിന് തൊട്ടു മുമ്പ് തങ്ങളുടെ കോച്ചിൻ്റെ നേതൃത്വത്തിൽ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന മൊറോക്കൻ സംഘത്തെ നമുക്കിവിടെ കാണാം. കഠിനാധ്വാനത്തോടൊപ്പം ദൈവാനുഗ്രഹത്തിലും അവർ അടിയുറച്ച് വിശ്വസിക്കുന്നു എന്നുള്ളതാണ് നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, വിജയം ഉറപ്പാക്കിയ ഉടൻ തന്നെ ടീമിലെ മുഴുവൻ അംഗങ്ങളും ഒന്നിച്ചും മൈതാനത്ത് കിടന്നുകൊണ്ട് സുജൂദ് ചെയ്യുകയാണ്. തങ്ങൾക്ക് ലഭിച്ച ഈ വലിയ വിജയത്തിന് പടച്ചവനോട് നന്ദി പറയുകയാണ് മൊറോക്കൻ താരങ്ങൾ. ഇത് മൊറോക്കൻ താരങ്ങൾ മാത്രമല്ല, ഒട്ടുമിക്ക മുസ്ലിം കളിക്കാരും ഇത്തരത്തിൽ ഗോളടിച്ചതിന് ശേഷം മൈതാനത്ത് സുജൂദ് ചെയ്യാറുണ്ട്. ഇസ്ലാമിക വിശ്വാസപ്രകാരം ഏറ്റവും വലിയൊരു ആരാധനാ കർമ്മമാണ് സുജൂദ് എന്ന് പറയുന്നത്. തങ്ങളുടെ സർവ്വ വിജയങ്ങളും പടച്ചവൻ്റെ അനുഗ്രഹം കൊണ്ടാണെന്ന തിരിച്ചറിവാണ് അവരിതിന് പ്രേരിപ്പിക്കുന്നത്. ഒരു കായിക മത്സരത്തിൽ തങ്ങളുടെ കഴിവിനപ്പുറം ഒരു പരമമായ ശക്തി ഉണ്ടെന്ന് വിശ്വസിക്കുന്നതും ആ ശക്തിക്ക് മുന്നിൽ വിനയാനിതരായി തലകുനിക്കുന്നതും എത്രയോ ഉദാത്തമായ കാഴ്ചയാണ്. എന്നാൽ ഇത്തരം ദൃശ്യങ്ങൾ നമ്മുടെ നാട്ടിലെ മനസ്സിൽ വർഗീയതയും വിദ്വേഷവും കൊണ്ട് നടക്കുന്ന സംഘികളുടെ ഉറക്കം കെടുത്തുകയാണ്. ലോകം മുഴുവൻ ഈ മാതൃസ്നേഹത്തെയും പ്രാർത്ഥന നിർഭരമായ ദൃശ്യങ്ങളെയും പ്രശംസിക്കുമ്പോൾ കേരളത്തിലെ ജനൻ TV എന്ന് പറയുന്ന ഒരു സംഗീത ചാനലിൽ ഒരു ജോലിക്കും കൂലിക്കും പോകാത്ത മനസ്സിൽ വർഗീയത നിറഞ്ഞ കുറേ എണ്ണം ഇരുന്നുകൊണ്ട് അതിൽ വർഗീയതയും വിദ്വേഷവും ഒക്കെ കണ്ടെത്തുകയാണ്. ഈ ലോകകപ്പിൽ സ്പെയിനിന് വേണ്ടി ഗോളടിച്ചതിന് ശേഷം ഇപ്പോഴത്തെ ഏറ്റവും മികച്ച ഫുട്ബോൾ താരങ്ങളിൽ ഒരാളായ ലാമിൻ യമാൽ എന്ന് പറയുന്ന ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ മൈതാനത്ത് സുജൂദ് ചെയ്തത് സംഘികൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അന്ന് അതിൻ്റെ പേരിൽ ഇവന്മാർ ആ ചാനൽ ചർച്ചയിലിരുന്നു കൊണ്ട് പറഞ്ഞത് കേട്ട് കഴിഞ്ഞാൽ ചിരിച്ച് ചത്തുപോകും. അത്രത്തോളം പൊട്ടത്തരവും വിട്ടിത്തരവും ഒക്കെയാണ് അന്നവന്മാർ അതിലൂടെ വിളിച്ചു പറഞ്ഞത്. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഞാൻ ആ ഒരു വീഡിയോ ഇവിടെ കാണിക്കാം. ഫുട്ബോളിലൂടെ ഇസ്ലാമികത കടത്തിവിടാൻ ഇപ്പോഴല്ല ഇസ്ലാം ശ്രമിച്ചു തുടങ്ങിയത്. ഇസ്ലാം ശ്രമിച്ചു തുടങ്ങിയിട്ട് വർഷങ്ങളായി. എന്തുകൊണ്ടെന്നാൽ ഈ ഫുട്ബോൾ ലീഗുകളിലേക്ക്, അതായത് അത് ഒരു പഠന റിപ്പോർട്ടുകൾ തന്നെയുണ്ട്, യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് അതുപോലെ തന്നെ മറ്റ് ലീഗുകളിലേക്ക്
ഇസ്ലാമിക താരങ്ങൾ, ഇസ്ലാമിക ഐക്കൺസ്, അതായത് കരീം ബെൻസമ, പോൾ പോഗ്ബ പോലെയുള്ള വളരെ പേരുകേട്ട ഇസ്ലാമിക താരങ്ങൾ മത്സരിക്കാനെത്തിയതിന് പിന്നാലെയാണ് ഇംഗ്ലണ്ട് അടക്കമുള്ള രാജ്യങ്ങളിൽ, സ്പെയിൻ അടക്കമുള്ള രാജ്യങ്ങളിൽ ഇസ്ലാമിക വൽക്കരണം ക്രമേണ വന്നത്. അതായത് ഇവർ ഒരു തരത്തിൽ പറഞ്ഞാൽ ഇസ്ലാമിന്റെ ഒരു പ്രൊമോട്ടർമാരാണ്, അംബാസഡർമാരാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇത് കൃത്യമായി തന്നെ ഇവരുടെ പണി നടത്തുന്നുണ്ട്. ഇത് മനസ്സിലാക്കാത്ത കുറെ പൊട്ടന്മാരാണ് ഈ കാര്യങ്ങൾ നടത്തുന്നത്. ഞാൻ പറയട്ടെ, ഞാൻ തമാശയിലല്ല പറഞ്ഞത്. ഈ ഫുട്ബോള് ശക്തമായിട്ടുള്ള രാജ്യങ്ങൾ നിങ്ങൾ നോക്കി നോക്ക്, ഫുട്ബോളിന്റെ ലീഗുകൾ ശക്തമായുള്ള രാജ്യങ്ങളൊക്കെ അവിടെയൊക്കെ തന്നെ കഴിഞ്ഞ 10 വർഷത്തിന് 15 വർഷത്തിനിപ്പുറത്തേക്ക് ഇസ്ലാമിക വൽക്കരണം ശക്തമായില്ലേ? അവിടുത്തെ ഭരണകൂടത്തിനെതിരെ വലിയ പ്രക്ഷോഭങ്ങൾ നടത്തുന്ന ആരാണ്? ഈ ഇസ്ലാമിസ്റ്റുകളാണ്, തീവ്ര ഇസ്ലാമിസ്റ്റുകളാണ്. ഇംഗ്ലണ്ടിൽ കണ്ടില്ലേ നമ്മൾ, അമേരിക്കയിൽ ഉണ്ടായില്ലേ, നമ്മുടെ സ്പെയിനിലുണ്ടായില്ലേ, യൂറോപ്പിലെ എത്ര രാജ്യങ്ങളിലുണ്ടായി തീവ്ര ഇസ്ലാമിസ്റ്റ് ആശയങ്ങൾ. അതായത് കളിക്കളത്തിൽ ഇറങ്ങുമ്പോൾ പോലും ഈ പറയുന്ന ഖുറാനും ഇസ്ലാമിക ബിംബങ്ങളും ചൂണ്ടുന്നു. അവിടെ ഗോളടിച്ചാൽ തന്നെ അടുത്ത ഇസ്ലാമിക ബിംബം കാണുന്നു. ക്രിക്കറ്റിലും ഇടക്കാലത്തുണ്ടായിരുന്നു ഇത്തരം നടപടികൾ. അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഇവരൊരു അംബാസഡർമാരാണ്, മതത്തിന്റെ അംബാസഡർമാരാണ്. അത് യൂറോപ്പ് രാജ്യങ്ങൾ, വിദേശ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് രാജ്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഏറ്റവും അധികം അതിന്റെ കെടുതി അനുഭവിക്കുകയാണ്. അതിന് ഏറ്റവും വലിയൊരു കാര്യം ഈ ഫുട്ബോളിന്റെ അതിപ്രസരം അതിലൂടെ കടത്തിവിട്ട മതത്തിന്റെ ഒരു വലിയ വിഘാതമാണ് എന്നുള്ളത് യാതൊരു സംശയമില്ല. നോക്ക് എന്തൊക്കെ വീട്ടിത്തരങ്ങളാണ് ഇവന്മാർ വിളിച്ചു പറയുന്നത്. നോക്കൂ, ഫുട്ബോളിൽ ഇസ്ലാമിക വൽക്കരണം കൊണ്ടുവരുന്നു എന്നൊക്കെയാണ് ഇവന്മാർ വിളിച്ചു പറയുന്നത്. സാമാന്യ ബോധവും വിവരവുമുള്ള ഒരു വ്യക്തിയും ഇത്തരത്തിൽ ഇങ്ങനെ വിളിച്ചു പറയുകയില്ല. ഇന്ന് സംഘികളെ വിമർശിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ വീഡിയോകളൊക്കെ ചെയ്യാറുണ്ട്. ഇവന്മാർ പറയുന്ന മുസ്ലിം വിരുദ്ധതയ്ക്കും വർഗീയതയ്ക്കുമൊക്കെ എതിരെ മറുപടി എന്നോണമാണ് ആളുകൾ അങ്ങനെ വീഡിയോ ചെയ്യാറുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ളതാണ്. കാരണം അതിൻ്റെ പടി നല്ല വെടിപ്പായിട്ട് ഇവന്മാർ തന്നെ ചെയ്തു വെക്കുന്നുണ്ട്. ഇവന്മാർക്കെതിരെ വീഡിയോ ചെയ്യാറ് തന്നെ ഇവന്മാർ പറയുന്നത് വെറും പൊട്ടത്തരങ്ങളും വിഡ്ഢിത്തരങ്ങളും മാത്രമാണ് എന്നുള്ളത് ആളുകൾക്ക് ഇവന്മാരുടെ സംസാരത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. നോക്ക്, മുസ്ലിം കളിക്കാർ മൈതാനത്ത് സുജൂദ് ചെയ്യുമ്പോൾ ഇവന്മാർ അതിനെ വിളിക്കുന്നത് ഫുട്ബോളിൻ്റെ ഇസ്ലാമിക വൽക്കരണം എന്നാണ്. സോഷ്യൽ മീഡിയയിൽ കുറേ എണ്ണം ഇതിനെ ഫുട്ബോൾ ജിഹാദി എന്നുവരെ ലേബൽ ചെയ്തുകൊണ്ട് കരയുന്നത് കാണാൻ സാധിക്കും. എന്തൊരു കഷ്ടമാണിത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ലോക പ്രശസ്തരായ ഒരുപാട് ഫുട്ബോൾ താരങ്ങൾ അവർ അവരുടെ വിശ്വാസപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഫുട്ബോൾ മൈതാനങ്ങളിലും മറ്റുമൊക്കെയായി അവർ കാണിക്കാറുണ്ട്. കളിക്കാൻ വേണ്ടി മൈതാനത്തേക്ക് ഇറങ്ങുന്ന സമയത്തും ഗോളടിച്ച ശേഷവുമൊക്കെ അവർ കൈകൾ മേലോട്ട് ഉയർത്തുകയും കുരിശു വരയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരുപാട് കാഴ്ചകൾ നമ്മളെല്ലാവരും കാണാൻ സാധിക്കും. അപ്പോഴൊന്നും ഉണ്ടാകാത്ത എന്തു മതവൽക്കരണമാണ് ഒരു മുസ്ലിം കളിക്കാരൻ തൻ്റെ വിശ്വാസപ്രകാരം ദൈവത്തിന് നന്ദി പറയുമ്പോൾ മാത്രം ഉണ്ടാകുന്നത്. മറ്റു മതസ്ഥരായ കളിക്കാർ അവരുടെ വിശ്വാസം പ്രകടിപ്പിക്കുമ്പോൾ അതവരുടെ ഭക്തിയും സംസ്കാരവുമായി കാണുന്ന ഇക്കൂട്ടർ ഒരു മുസ്ലിം കളിക്കാരൻ സുജൂദ് ചെയ്യുമ്പോൾ മാത്രം അതിൽ വർഗീയത തിരയുന്നത് ഇവന്മാരുടെ മനസ്സിലെ കടുത്ത മുസ്ലിം വിരോധം കൊണ്ടാണ്. എന്തായാലും മൊറോക്കോ എന്ന ടീം ഇന്ന് ലോകത്തിന് നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. നിങ്ങൾ എത്ര വലിയ ഉയരങ്ങളിലെത്തിയാലും നിങ്ങളെ ഈ നിലയിലേക്ക് എത്തിക്കാൻ കാരണക്കാരായ ആ മാതാപിതാക്കളെ ഒരിക്കലും നിങ്ങൾ മറക്കരുത്. അവരെ ആദരിക്കുക, അവരെ ബഹുമാനിക്കുക, പടച്ചവനോട് എപ്പോഴും വിനയമുള്ളവരായിരിക്കുക. ഈ മൂല്യങ്ങളെയാണ് അവർ ഉയർത്തിപ്പിടിക്കുന്നത്. ഇത്തരം മനോഹരമായ കാഴ്ചകളിൽ പോലും വർഗീയത കലർത്താൻ ശ്രമിക്കുന്ന ജനൻ TV പോലുള്ള മാധ്യമങ്ങളെയും സൈബർ സംഘികളെയും ജനങ്ങൾ പുച്ഛിച്ച് തള്ളുക തന്നെ ചെയ്യും. കാരണം കായിക ലോകം സ്നേഹത്തിൻ്റെതാണ്. അത് വംശീയതയ്ക്കും അന്ധമായ വെറുപ്പിനും അപ്പുറമാണ്. മൊറോക്കോയുടെ ഈ കുതിപ്പ് ഇനിയും തുടരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.